guys, welcome back to our YouTube channel. ചേച്ചിയുടെ കൂടെ വീഡിയോ ചെയ്യുന്ന ചേട്ടൻ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ആണോ? നമ്മൾ വീഡിയോന്റെ ലാസ്റ്റ് പറയാം. ആ സ്ഥലത്ത് എത്തണം. നീ പറ. 1 2 3. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് Q&A ആയിട്ടാണ്. കുറെ വീഡിയോസിലുണ്ടായിരുന്നു Q&A എവിടെ. അപ്പൊ ഇന്ന് നമ്മൾ Q&A അയച്ച് വന്നിട്ടുണ്ട്. മെയിൻ ക്വസ്റ്റ്യൻ ഇവൻ എനിക്ക് ആരാണെന്നാണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. അതെ, വീഡിയോന്റെ ലാസ്റ്റ് നമ്മളത് ആഡ് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്താണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമ്മളിന്ന് ചെയ്യുന്നു. അപ്പോ എന്താണ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, എല്ലാം അറിയണം. ഓക്കെ, ഫസ്റ്റ് ആദ്യം ചോദിച്ചിരിക്കുന്നത് ബോയ് ഫ്രണ്ട് നെയിം ആണ്. എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് കിണ്ടി. ഓക്കെ, അപ്പൊ ബോയ് ഫ്രണ്ടിന്റെ നെയിമും കാര്യങ്ങളൊക്കെ നമ്മള് വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. അടുത്തത്, ഇത് കൂടുതലും എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റിലേഷനായിട്ട് എത്ര ഇയർ ആയി, ബോയ് ഫ്രണ്ട് ഏജ്, ചേച്ചീന്റെ ഏജ്. എനിക്ക് എത്ര വയസ്സാണ് പറഞ്ഞത്? 20. ഞാൻ എന്റെ 20s. സിബ്ലിങ്സ് ഉണ്ടോ? എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല, ഞാൻ ഒറ്റ മോളാണ്. ഇവനുണ്ട്. ഫാദർ നെയിം, എന്റെ അച്ഛന്റെ പേര് നീ പറ. നിന്റെ അച്ഛന്റെ പേരല്ലേ വെച്ച, എന്റെ നീ പറയണം. എന്നാണ് നീ പറയണം? അൻസാർ, ANSAR. മദർ നെയിം രമ്യക്കുട്ടി. ബിഗ് ഡ്രീം. എന്റെ ബിഗ് ഡ്രീം എന്ന് പറയുമ്പോ എനിക്കങ്ങനെ വലിയ ഡ്രീമൊന്നുമില്ല. എന്തോ ഇനിയിപ്പോ എന്റെ ഡ്രീം, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രീമൊന്നും ഇല്ല. എനിക്കിങ്ങനെ കൊറേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഡ്രീം എന്താ അറിയോ, ഡ്രീം എന്ന് പറയുമ്പോ എന്താ, എനിക്ക് കുറെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കണം. പിന്നെ എനിക്ക് എന്താണ് ഡ്രീം എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് നല്ലൊരു വീടൊക്കെ കെട്ടണം. പിന്നെ പപ്പേനെയും മമ്മീനെ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കണം. ഇങ്ങനെ ജീവിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. നിന്റെ ഡ്രീം എന്തുവാ? എന്റെ ഡ്രീം ഇത് തന്നെ. നല്ല എല്ലാ ആൺപിള്ളേരുടെയും ഡ്രീമാണത്. നല്ലപോലെ വലിയൊരു വീട് വെക്കണം, ഡ്രീം കാർസ് മേടിക്കണം, അതൊക്കെ തന്നെയാണ് ഡ്രീം. എന്റെ എപ്പോഴും മനസ്സിലുള്ള ഒരു ഡ്രീം എന്ന് വെച്ചാൽ, നമ്മള് കഴിക്കാൻ പോയിരിക്കുമ്പോ നമ്മളെ ബാലൻസ് ചെക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലെത്തണം. നമ്മള് ബാലൻസ് നോക്കിയിട്ട് കഴിക്കാൻ കയറുമല്ലോ, ഇത്ര രൂപയുണ്ട്, ഇത്ര രൂപയ്ക്ക് കഴിക്കാം, അത് മാറണം. നമ്മൾ ബാലൻസ് നോക്കാതെ കയറി ഇരുന്ന് കഴിക്കാൻ പറ്റണം. അതാണ് വേറെ ഒരു വലിയ ഡ്രീം. ഗുഡ് ഡ്രീമാണ്. അങ്ങനെ നോക്കി എനിക്ക് ഡ്രീം ഇല്ല. ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ, എനിക്ക് എന്നെ ഇഷ്ടമുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് കൂടെ ഭയങ്കര ഫേവറേറ്റ് എന്ന് പറയുമ്പോ അങ്ങനൊന്നും ഇല്ല, എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ആൾക്കാരിനേക്കാളും ഇഷ്ടം പട്ടികളെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കോ ഫേവറേറ്റ് പേഴ്സൺ ആരാ? അല്ലല്ലോ, നീ എന്നെ പറയില്ല, ഞാൻ നീ പറയണം. നീ എന്നെ പറയണം. ഫേവറേറ്റ് പേഴ്സൺ പറ. ഫേവറേറ്റ് പേഴ്സൺ എനിക്കങ്ങനെ ഫേവറേറ്റ് പേഴ്സൺ ആയിട്ട് നീ, പപ്പ, മമ്മി, ഉമ്മ, പപ്പ, ഇതൊക്കെ തന്നെ. അതില് നിങ്ങൾ യൂസ് ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് ഷാംപൂ അത് ഞാൻ പറയാം, അത് ഇവന് അറിയാൻ ചാൻസ് ഇല്ല. എനിക്കറിയില്ലല്ലോ. ഓക്കെ, ലോറിയലിന്റെ എക്സ്റ്റെൻസോ എന്ന് പറയുന്ന ഒരു ഷാംപൂ ഉണ്ട്, ഒരു ഗോൾഡ് കളർ വരുന്നത്. സൂപ്പർ ഷൈനുമാണ്.
അടുത്തത് ഫേവറേറ്റ് ലിപ്സ്റ്റിക്. അത് ഞാൻ തന്നെ പറയാം. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ മറ്റേ മെബിലൈൻ സെൻസേഷണൽ എന്ന് പറയുന്നത് ഷെയ്ഡൊന്നും എനിക്കറിയില്ല. ആ ഒരു ചെറിയ സാധനമുണ്ട്. ഞാൻ വീഡിയോ ഓൾറെഡി ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രൊമോഷനിൽ എത്ര പൈസ കിട്ടും? അതെ, അതൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞുകൂടാ. അതിപ്പോ ഓരോ അക്കൗണ്ടും ലൈക്ക് ഓരോ ആൾക്കാരും മേടിക്കുന്നത് ഓരോ രീതിക്കായിരിക്കും. ഇപ്പൊ ഞാൻ മേടിക്കുന്ന പേയ്മെന്റ് ആയിരിക്കില്ല ഇവൻ മേടിക്കുന്നത്. അത് നമ്മുടെ വ്യൂസും റീച്ചും ഒക്കെ അനുസരിച്ച് മേടിക്കാൻ പറ്റും. യൂട്യൂബിൽ നിന്ന് എത്ര പൈസയാണ് മന്ത് കിട്ടുക? അത് റൂൾസ് അല്ല, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അത് നമ്മൾ ഇപ്പം എല്ലാ മന്തും ഫിക്സ്ഡ് ആയിട്ട് ഒരു പേയ്മെന്റ് കിട്ടില്ല. ചിലപ്പോൾ ഈ മന്ത് കിട്ടാ, ചിലപ്പോൾ അടുത്ത മന്ത്. പ്രൊമോഷൻ വീഡിയോസ് വരുന്ന അനുസരിച്ചിരിക്കും മന്ത്ലി ഇൻകം. അല്ല, യൂട്യൂബിൽ നമ്മള് അതായത് ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. $100 എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് ആയി കഴിഞ്ഞിട്ട് പിന്നെ എത്ര കൂടി കഴിഞ്ഞാലും നമുക്ക് അത് പിറ്റേത്തെ മന്തിലേക്ക് നമുക്ക് അത് എടുക്കാൻ പറ്റും. ചില മന്തിൽ ചിലപ്പം കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മന്തിൽ പേയ്മെന്റ് കാണില്ല. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അല്ലാണ്ട് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കോടിക്കണക്കിന് വാരി കൂട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ലേടാ? അത് കുറെ പേര്, എല്ലാരും അങ്ങനെ അല്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം അത് നീ പറ. ആരെയും വിശ്വസിക്കരുത്. അത് വലിയൊരു പാഠമാണ്. കാരണം വെച്ചാല് നമ്മുടെ കയ്യില് പൈസ ഉണ്ട്, നമുക്ക് അത്യാവശ്യം ഹോൾഡ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ കുറേ പേര് കാണും. നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ പോയെന്നോ നമുക്ക് ഹോൾഡ് ഇല്ലെന്നോ അറിയുമ്പോൾ അതെല്ലാം പോകും. എന്ന് വെച്ചാ ഈ നമുക്ക് കൂട്ടുകാര് എന്ന് പറയുന്നവര് നമ്മുടെ കൂടെ എപ്പോഴും കാണും. അല്ലാത്ത നമ്മുടെ കൂട്ടുകാരല്ല. ഫ്രണ്ട്, ബാഡ് ഫ്രണ്ട്, ഗുഡ് ഫ്രണ്ട് എന്നൊന്നുമില്ല. ഫ്രണ്ട് എന്ന് പറയുമ്പം ഫ്രണ്ടാണ്, മറ്റേത് ഫ്രണ്ട് അല്ല. നമ്മുടെ കൂടെ നിൽക്കാത്ത ആള് നമ്മുടെ ഫ്രണ്ട് അല്ല. അതെ, അപ്പം എല്ലാത്തിനും കൂടെ നിൽക്കുന്നവന്മാരാണ് ഫ്രണ്ട്സ്. അല്ലാതെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ മാറിപ്പോകുന്നത്, അല്ലെ നമ്മളൊരു ഡൗൺ സ്റ്റേജിൽ മൊത്തത്തിൽ നമ്മളെ ബ്ലെയിം ചെയ്ത് മാറി നിൽക്കുന്നതൊന്നും അല്ല കൂട്ടുകാർ. നമ്മുടെ കൂടെ ആ ടൈമിൽ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നവരാണ്. ഇപ്പൊ ഒരു തെറ്റ് പറ്റിയാലും അത് നമുക്ക് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ. അതെ, പിന്നെ എല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഈ പേഴ്സണൽ കാര്യങ്ങളിലെ ഫ്രണ്ട്സ് അഭിപ്രായം പറയാം, പക്ഷെ അവരുടെ അഭിപ്രായത്തിനൊത്ത് തീരുമാനം എടുത്തില്ല എന്ന് വെച്ച് അയാളുടെ ഫ്രണ്ട് ആവാതാവൂല. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആരെയും വിശ്വസിക്കരുത്. എന്നെ വിശ്വസിക്കാവോ? ഇല്ല. ചുമ്മാ നിങ്ങൾ എന്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. മന്തി കിട്ടൂലെന്ന് വൈകിട്ട് അങ്ങനെയൊന്നുമില്ല. റിലേഷൻ, ഫാമിലി പ്രോബ്ലം ഉണ്ടോ, സപ്പോർട്ടാണ്? ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഫേവറേറ്റ് ഫുഡ്? എന്റെയും ഫേവറേറ്റ് ഫുഡ് പറയടാ. എന്റെ ഫേവറേറ്റ് ഫുഡ് പറ. ഇവളുടെ ഫേവറേറ്റ് ഫുഡ് അല്ല, ഫേവറേറ്റ് ഫുഡ്സ്. നീ ഫുഡ് പറഞ്ഞാല് എന്റെ ഫേവറേറ്റ് ഫുഡ് നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ തന്നെയാണ്. ഇവനെല്ലാം ഇഷ്ടമാണ്. ഞാൻ എല്ലാം കഴിക്കും. അവനെ കടിക്കാത്ത എല്ലാത്തിനെയും അവൻ തിന്നും. അടുത്തത് ഫേവറേറ്റ് കളർ? ബ്ലാക്ക്. നിന്റെ ബ്ലാക്ക് അല്ലേ? എനിക്ക് ബ്ലാക്കും പിന്നെ നമ്മുടെ വണ്ടിയുടെ കളർ. വണ്ടിയുടെ കളർ ഡെസേർട്ടിന്റെ ഒരു കളർ. ഡെസേർട്ട് സാൻഡ് ഇല്ല അതിന്റെ ഒരു കളർ. അയ്യോ, അതിന്റെ പേര് ഞാൻ പറഞ്ഞു. എന്തോ സാൻഡ് എന്നാണ്. നിങ്ങൾ പറഞ്ഞ ബിഗ് കള്ളം എന്താണ്? ഇതിന്റെയൊക്കെ ആൻസർ പറയണം കേട്ടോ ചേച്ചി. ഇത് ചോദിച്ചിരിക്കുന്നത് ആരാന്ന് പറയണോ? BXCHEZ. മനസ്സിലാവും ആൾക്കാർ. ഈ ഒരു ഐഡിയിൽ നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം കുറെ നമ്മളെ പറ്റി അറിയണമെന്നുള്ളത് കൊണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതെ. നിങ്ങൾ പറഞ്ഞ ബിഗ് കള്ളം എന്താണ്? വലിയ കള്ളമൊന്നും
സത്യം പറഞ്ഞാൽ ഞാൻ കള്ളമൊന്നും പറയാറില്ല. ഇല്ല. ഞാൻ അങ്ങനത്തെ ഒരു കൊച്ചാണ്. പിന്നെ കള്ളത്തിലൊക്കെ അതൊക്കെ ഭയങ്കര കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നേരത്തെ ഇവിടെ പറഞ്ഞത് യൂട്യൂബ് ഉപയോഗിച്ച് ആരും പൈസ ഉണ്ടാക്കുന്നില്ല, അത്രയ്ക്കൊന്നും ഇല്ലെന്നുള്ള കള്ളമാണ്. കള്ളമാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞേ, യൂട്യൂബിൽ നിന്ന് നല്ലതുപോലെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാ യൂട്യൂബേഴ്സും ഭയങ്കരമായിട്ട് ഏൺ ചെയ്യുന്നു. ഇപ്പം ലൈക്ക് എന്റെ അടുത്താണ്, ഞാൻ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോഴത്തേനും എന്റെ അടുത്ത് ചോദിക്കുന്നതാണ്, യൂട്യൂബർ അല്ലേ, ഓ ഒരു മന്ത് എങ്ങനെ പോയാലും 5 lakhs 6 lakhs ഒക്കെ കിട്ടുന്നുണ്ടാവുന്നു. അങ്ങനൊന്നും നമുക്ക് കിട്ടില്ല. എല്ലാരും പൊതുവെ ഉള്ള ധാരണയാണ് അത്. പക്ഷെ അത്രയും കിട്ടും, അത്രയും കിട്ടുന്നവരുണ്ട്. അത്രയും കിട്ടുന്നവരെ നമുക്ക് അറിയാം. അതായത് ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന വ്ളോഗേഴ്സ്, ഇൻകം ഇല്ലാത്തവരാരും അവരുടെ ഡ്രീംസ് അവര് അച്ചീവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ ഈ ഇൻകം വെച്ചാണ് അവർ ഓരോ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നത്. എല്ലാവർക്കും കിട്ടൂല. എല്ലാവരും ചുമ്മാ യൂട്യൂബ് തുടങ്ങിയിട്ട് നല്ല വ്യൂസ് അനുസരിച്ചിരിക്കും. വ്യൂസ് ഉള്ളവർക്ക് നല്ലതുപോലെ ഇൻകം കിട്ടും. അതില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെണ്ടി തിരിഞ്ഞൊക്കെ നടക്കാൻ പറ്റും. യെസ്. അടുത്തത് ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവൻ പപ്പ മമ്മി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്താ എനിക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന, എന്തും പറയാം, എനിക്ക് എന്തും പറയാൻ പറ്റുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവര്. എനിക്ക് അല്ലാണ്ട് ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരോട് ഞാൻ എല്ലാവരോടും മിണ്ടും. ഞാൻ സീരിയസ് ആയിട്ട് പറയല്ലേ, ഞാൻ എല്ലാവരോടും മിണ്ടും, എല്ലാവരുടെയും കമ്പനിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ആരുടെയും അടങ്ങിരി ഞാൻ അങ്ങനെ ആരുടെയും എന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സർക്കിളിലോട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല. നേരത്തെ ഇവൻ പറഞ്ഞ കണക്ക് തന്നെ എല്ലാവരും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ വിശ്വസിച്ചാൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അതുകൊണ്ട് അവരെന്നെ ചതിച്ചിട്ടൊക്കെ പോയാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആരുടെയും എൻ്റെ ആ സർക്കിളിലോട്ട് കൊണ്ടുവരാറില്ല. സോ ഭയങ്കര കുഞ്ഞു സർക്കിളാണ്. എനിക്ക് 3-4 പേരൊക്കെ ഉള്ളൂ. എൻ്റെ ആന്റി, മമ്മി, പപ്പ, ദിബൻ, ഇത്രേ ഉള്ളൂ. നിന്റെ ഒരു പരിഷ്കാരം നിന്റെ പറ, നിന്റെ എന്തായിരുന്നു നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പം എനിക്ക് മെയിൻലി ഇവളാണ്. അതാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ കുറച്ച് പയ്യന്മാരുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ വളരെ കുറച്ച്. അത് നമുക്ക് ഈ ഒരു സമയത്താണ് മനസ്സിലാവുന്നത്. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് മനസ്സിലാവുന്നത് ആരൊക്കെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് മനസ്സിലാവുന്നത്. കാരണം വെച്ചാൽ നമുക്കൊരു ഡൗൺ വന്നപ്പോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡൗൺ വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചു പേരുണ്ട്. അവരാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതായത് വർഷങ്ങളായിട്ട് കൂടെ ഉള്ളവരുണ്ട്, 2-3 വർഷം പരിചയമുള്ളവരുണ്ട്. ഉള്ളവരല്ല, ഉള്ള 2 പേര് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നു. ഇപ്പൊ നമ്മള് പഠിക്കുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പൊ ഞങ്ങള് ഡിഗ്രി ചെയ്യുവാണ് മാറി വാന്യൂസിൽ. അതും കുറെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഏത് കോളേജിലാണ് എന്തോ പഠിക്കുന്നതെന്നൊക്കെ ഉള്ളത്, പിന്നെ നഴ്സിങ്ങിന് പോയത് എന്താന്നൊക്കെ. അപ്പം +2 കഴിഞ്ഞപ്പം എല്ലാവരും ചിന്തിക്കുന്ന പോലെ എന്റെ മുന്നിൽ 2-3 ഓപ്ഷൻ ഉണ്ടായിരുന്നു: ഏവിയേഷൻ, നഴ്സിംഗ്, നീറ്റ്. ഞാൻ അതിനകത്ത് നഴ്സിംഗ് ചൂസ് ചെയ്തു. ഞാൻ ബാംഗ്ലൂർ ഒരു കോളേജില് ഒരു കോളേജില് പേര് പറയാണ്ടിരിക്കുന്നത് RR എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിലേക്ക് ഞാനാണെങ്കിൽ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെന്നപ്പോഴാണ് ഞാൻ അവിടുത്തെ ചതി മനസ്സിലാക്കിയത്. ഗൈസ്, നമുക്കത് പറ്റിയൊരു ഫീൽഡ് അല്ല. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുങ്ങി നടക്കാനും ഇതേ കൂട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നിർത്തി വന്നതെന്നല്ല, അവിടുത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ അത് കാരണം നമ്മളെ ലൈഫില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർത്തി വേണം നഴ്സിംഗ് എന്ന് പറയുന്നത്. നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഫസ്റ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഇനി ഫാമിലി ഇല്ല, റിലേഷൻഷിപ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ഒന്നുമില്ല, നമ്മള് പേഷ്യൻസ് മാത്രം. പക്ഷെ എന്റെ അടിയിലും കമന്റ് വരും, നഴ്സിംഗ് അങ്ങനെയല്ല, നഴ്സിംഗ് ഇങ്ങനെയല്ല. അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പഠിക്കാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ഉണ്ടായ സിറ്റുവേഷൻ അതായിരുന്നു. അപ്പം എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ലൈക്ക് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടില് ഒറ്റമോളാ. അപ്പൊ എനിക്ക് ഒരിക്കലും എല്ലാവരുടെയും അമ്മേനെ അച്ഛനെയും ഇവരെയൊക്കെ വിട്ട് മാറി എന്നെ കൊണ്ട് പറ്റില്ല നിൽക്കാൻ. പോയ സമയത്ത് എൻ്റെ അടുത്ത് മമ്മിയൊക്കെ പറഞ്ഞു, നീ അങ്ങനെ മാറി നിൽക്കത്തില്ല. ഞാൻ ഒറ്റ വങ്കി പറഞ്ഞില്ല, ഞാൻ അവിടെ പോയി നിൽക്കും, ബാംഗ്ലൂരാണ്, ഞാൻ പോയി തകർക്കും എന്നൊക്കെ പറഞ്ഞു വന്നേ. പക്ഷെ പറ്റത്തില്ലെന്ന് മനസ്സിലായി.
പിന്നെ ഞാൻ ഡ്രോപ്പ് ആക്കിയിട്ട് ആ ഒരു വർഷം അങ്ങനെ കളഞ്ഞു. പിന്നെ ഈ ഇയർ ഇപ്പോൾ മാരിവാനീസിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിനകത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ ഞാൻ ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. എന്റെ സീനിയർ ആണ്. ബാക്കി നീവൻ പറയും. അതെ, ഞാൻ +2 പാസ് ഔട്ട് ആയ ടൈമിലാണ് ഇവളും പാസ് ഔട്ട് ആകുന്നത്. ആ ടൈമിലാണ് ഇവള് നേഴ്സിങ്ങിന് പോയത്. ഞാൻ ആ ടൈമില് മെയിൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആയിരുന്നു പ്ലാൻ. നീറ്റിന് പോകണം, നീറ്റ് എക്സാം എഴുതണം എന്നതായിരുന്നു പ്ലാൻ. കാരണം +2 കഴിഞ്ഞ ആ ടൈമിൽ തന്നെ ഞാൻ നീറ്റ് എക്സാം എഴുതിയായിരുന്നു. അപ്പോ ഒരു 109 മാർക്കൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ നീറ്റ് പറയുമ്പോ ഡോക്ടർ ആവണം, പുറത്തു പോകണം, പൈസ ഉണ്ടാക്കണം, ഇതൊക്കെയായിരുന്നു പ്ലാൻ. എന്റെ കൊച്ചിലെ തൊട്ടേ ഉള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നാണ് പ്ലാൻ. എന്നാൽ പക്ഷെ അല്ല, എല്ലാവർക്കും അതല്ല. അപ്പൊ എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം എന്നല്ല, ചിലർക്ക് പോസ്റ്റിൽ ഇരിക്കണമെന്നാണ്, അധികാരമുള്ള പോസ്റ്റിൽ ഇരുന്ന് ജോലി ചെയ്യണമെന്നാണ്. കുറെ പേർക്ക് സോഷ്യൽ സർവീസ് ആണ് അവരുടെ മൈൻഡിൽ, പൈസ ഉണ്ടാക്കണമെന്നല്ല. മനസ്സിലായോ? എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, മെജോറിറ്റി പൈസ ഉണ്ടാക്കണമെന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ഡോക്ടറായി പുറത്തു പോവാ. അതായത് ഡോക്ടർ ഒരു ദൈവത്തിന് തുല്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് ഡോക്ടറാണ്. അപ്പൊ അവരാണ് ഇവിടുത്തെ ഗോഡ്. സ്കൂൾ ലൈഫ് കുറിച്ച് പറയാമോ? ഞാൻ എൻ്റെ ഒരു 8th വരെ പഠിച്ചത് CBSE-യിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് സ്റ്റേറ്റിൽ പോകണം. CBSE അറിയാലോ, ഭയങ്കര ഒരു എന്തുവാ പറയുന്നേ, ഇങ്ങനത്തെ ഒരു ലൈഫല്ലേ. അപ്പൊ എനിക്കത് പറ്റുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് സ്റ്റേറ്റിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റേറ്റ് സ്കൂളിലോട്ട് വന്നു. 10th കൊള്ളായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരു ബാച്ചായിരുന്നു. അപ്പൊ 10th ഭയങ്കര സൂപ്പറായിരുന്നു. കൊറോണ ആയിരുന്നു അപ്പൊ. അത് 10th ഉണ്ടായിരുന്നു. നമുക്ക് ക്ലാസ് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോ ഒരു വീക്കിൽ 3 days ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. A ബാച്ച് B ബാച്ച് അങ്ങനെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. 10th കൊള്ളായിരുന്നു. പിന്നെ +1 ക്ലാസ്സിൽ പോയിട്ടേ ഇല്ല. എനിക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയത് വേറെ സ്കൂളിലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ തന്നെ അടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു കിട്ടിയത്. അപ്പം കൊറോണ ടൈം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് ഭയങ്കര മടിയായി ക്ലാസ്സിനൊക്കെ പോകാൻ. പിന്നെ അങ്ങനെ ക്ലാസ്സിന് പോയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു +1 +2 കൂടെ ഞാൻ ആകെ മൊത്തത്തിൽ പോയത് 30 ക്ലാസ് 30 ക്ലാസ് എന്തോ കണ്ട് ഞാൻ പോയിട്ടുള്ളത്. നമുക്ക് അവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാരും അതേ കൂട്ടൊക്കെ തന്നെ അവിടെ അങ്ങനെ ആരും വരത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾക്ക് കറക്റ്റ് ക്ലാസ്സിലെത്തണം, കറക്റ്റ് പഠിക്കണം, അങ്ങനെയൊക്കെയല്ലേ. കാരണം ഞങ്ങളുടെ ഇച്ചിരി ഈ ഏരിയയിലെ തന്നെ നല്ല സ്കൂളിലാണ് ഞാൻ. ഭയങ്കര ബെറ്റർ എല്ലാം കൊണ്ടും ബെറ്റർ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ക്ലാസ്സിലൊന്നും പോയില്ല. അതുകൊണ്ട് എനിക്ക് സ്കൂൾ ലൈഫ് അങ്ങനെ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള 10th മാത്രമല്ല, അല്ലാണ്ട് എനിക്ക് അങ്ങനെ സ്കൂൾ ലൈഫ് ഒന്നുമില്ല. എനിക്കും ഞാനും 7th 8th CBSE മാറി സ്റ്റേറ്റിലോട്ട് വന്നത്. 7th വരെ ഞാൻ CBSE-യിലായിരുന്നു. പിന്നെ 8th ക്ലാസ്സിന് പോയി. 8th എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണയായി. അങ്ങനെ പിന്നെ 9th ഹാഫ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കയറുന്നത്. 9th കഴിഞ്ഞ് കയറി. ആ ടൈമിലാണ് ഇവള് വരുന്നത് അവിടെ. അപ്പൊ ട്യൂഷനിൽ അപ്പം ഓൾറെഡി അറിയാം. പിന്നെ ട്യൂഷനിൽ വന്നപ്പോ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ബ്രേക്കപ്പ് സ്റ്റോറി പറയാമോ? ഇവന്റെയാണ് നമ്മൾ 5-6 പറയേണ്ടി. സത്യമല്ല, ഞാൻ എന്റെ വ്യൂവേഴ്സിനോട് സത്യമേ പറയാം. ഞാനും പറയാം കുറച്ച് സത്യങ്ങൾ. ട്രെയിൻ കയറിയ ബ്രേക്കപ്പ് സ്റ്റോറി ഒക്കെ ഞാൻ പറയാം. ട്രെയിൻ കയറിയോ? ഒന്നുമില്ല. ബ്രേക്കപ്പ് സ്റ്റോറി ഒന്നും ഇല്ല, പറയാൻ പറ്റൂല. നമ്മളെന്തിനാ ഈ കഴിഞ്ഞ പേജ് നല്ല കാര്യങ്ങള് ഞാൻ പറയട്ടെ. ആവശ്യമില്ലാത്ത നമ്മള് ഒരു ബുക്കിന്റെ കഴിഞ്ഞൊരു പേജാണ്. അപ്പൊ നമ്മളത് വീണ്ടും ബാക്കിൽ നിന്ന് എടുത്തിട്ട് വായിക്കരുത്. നമ്മള് ഫ്രണ്ടിലോട്ടേ വായിക്കാവും. അതൊക്കെ നമ്മൾ അവിടെ കളയണം. പെരുന്നാൾ വീഡിയോ കണ്ട ചേട്ടൻ ലവറാണ്. പെരുന്നാളുടെ വീഡിയോ കഴിഞ്ഞ്
ഇപ്പോ അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിച്ച് ആൾക്കാർ ബ്രേക്കപ്പ് സ്റ്റോറി പറയോ ഓക്കെ ആണെങ്കിൽ മതി ചേച്ചി. ഓക്കെ അല്ല ചേച്ചി, സോറി ചേച്ചി. നമ്മൾ ഓക്കെ അല്ല. അല്ല അങ്ങനെയല്ല മോളെ, ഓക്കെ അല്ല എന്നല്ല. അതൊക്കെ എന്തിനാ പറയുന്നത്? ഇത്രയും ഗ്ലോ കിട്ടാൻ എന്ത് ക്രീമാ യൂസ് ചെയ്യുന്നേ ചേച്ചി? എന്തോ ചിരിക്കുന്ന എന്തുവാ? എന്തുവായിരിക്കും നല്ല ഗ്ലോ ഉണ്ട് എന്റെ ഫേസിലൊക്കെ. ആ അത് പിന്നെ സംഭവം എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ല അത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ. അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PCOD ഉള്ളത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഫേസിൽ ആക്നെ ഒക്കെ വരും. അപ്പം അങ്ങനെ കുറച്ച് ആക്നെ ഒക്കെ വന്നു, അല്ലെങ്കിൽ ഓരോന്ന് വാരി ഇട്ടിട്ട് വന്നിരുന്നതല്ല. പിന്നെ അതിന്റെ കുറച്ച് സെൻസിറ്റീവ് ആണ് ഓൾറെഡി. അപ്പൊ ഇപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ നല്ല വ്യത്യാസമില്ലേ? ഭയങ്കരമായിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഫുഡ് അടി ഭയങ്കരമായിട്ട് കൂടിയപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഈ പിമ്പിൾസ് വന്നു തുടങ്ങി. അപ്പം PCOD ഉള്ളവർക്ക് അറിയാം നമ്മുടെ ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഇത് രണ്ടും ഞാൻ ചെയ്യാറേയില്ല, അതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഒക്കെ വന്നു. ഇപ്പൊ പിന്നെ സാലിസിലിക് പീൽ എന്ന് പറയുന്ന ഒരു സംഭവം ഞാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ സൂപ്പർ ആട്ടോ, സൂപ്പർ. അപ്പം ട്രിവാൻഡ്രത്ത് തന്നെ അവിടുത്തെ ഒരു ക്ലിനിക്കിൽ നിന്ന് ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്, നല്ലതുപോലെ. ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബ്ലോഗ് ഇട്ടാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉപയോഗിക്കാറില്ല. സ്കിൻ കെയർ ചെയ്യും, ഭയങ്കരമായിട്ട് സ്കിൻ കെയർ സ്കിൻ കെയർ ചെയ്യുക. അതായത് സ്കിൻ കെയർ 1-2 ദിവസം ചെയ്താൽ പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോ ഒക്കെ വരും. ബോഡി ടാൻ എങ്ങനെ മാറ്റുക അറിയത്തില്ല എന്റെ മോളെ. എനിക്കറിയത്തില്ല. നിനക്ക് ഇട്ടിരുത്തില്ലേ? ബോഡി ടാൻ മാറുമെന്ന് ചോദിച്ചാൽ ബോഡി ടാൻ പെട്ടെന്ന് അങ്ങ് മാറില്ല. എന്നാലും നമ്മൾ എത്ര കെയർ ചെയ്താലും പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ വെച്ച് ടാൻ വരും. പിന്നെ അല്ലെങ്കിൽ എന്നും കെയർ ചെയ്യാ. വെയിലത്തൊക്കെ പോകുമ്പോ ഒരു കൊടയൊക്കെ ഉപയോഗിക്കുക. നമ്മൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കൊടയൊക്കെ എടുത്ത് അങ്ങോട്ട് പിടിക്കുക, സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇടുക. പിന്നെ പറയുമ്പോൾ ഇനി അഥവാ ടാൻ ഉണ്ട് എന്നുണ്ടെങ്കിലും മറ്റേ കോഫി പൗഡർ, പിന്നെ ലെമൺ, പിന്നെ എന്താണ് ലെമൺ, പിന്നെ അത് കേർഡ്, പിന്നെ തക്കാളിന്റെ ജ്യൂസ്. ഈ സാധനം ഇത്രയും കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. ഭയങ്കര അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ ഇവന് ഇട്ടു കൊടുക്കാറുണ്ട്. സ്കിൻ കെയർ ചെയ്യും. എനിക്ക് എന്ത് പ്രോഡക്ട്സ് കിട്ടിയാലും ഞാൻ യൂസ് ആക്കുന്നതിന് മുന്നേ ഇവനെ യൂസ് ആക്കുന്നതല്ല, എന്നെ ഇട്ട് നോക്കിട്ട് അവിടെ ഇടത്തോളൂ. അതാണ് സത്യം. ഇവന്റെ മറ്റേ മേക്കപ്പിന്റെ ബാഗ് ആണ്, അതിനകത്തിരിക്കുന്ന മേക്കപ്പ് ബാഗാ? മേക്കപ്പ് അല്ല, സ്കിൻ കെയർ ബാഗ് എന്ന് പറയുന്നത്. അതിനകത്ത് മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഇത് മറ്റേ കൺസീലർ മറ്റേ സാധനം അതൊക്കെയാണ്. അതൊന്നും അല്ല. എന്നെക്കാളും ഭയങ്കരമായിട്ട് ഇവ സ്കിൻ കെയർ ചെയ്യുന്നോണ്ട് തന്നെയാണ് ഇപ്പൊ കുഴപ്പമില്ലാതിരിക്കുന്നത്. അടുത്ത ചേച്ചിയുടെ ഹെയർ കട്ടിങ്ങിന്റെ നെയിം പറയാമോ? അത് നെയിം വലിയ കഥയാണ്. അത് ശരിക്കും പറഞ്ഞാ ഞങ്ങളിപ്പോ മാരിവാനസ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ നമ്മള് ഫ്രൈഡേ ആകുമ്പോഴേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരും. കൊല്ലത്തല്ലേ എൻ്റെ വീട്. അപ്പം ഞാൻ വീട്ടിലേക്ക് പോരും. അപ്പം എനിക്കിങ്ങനെ ക്ലാസ് ഇരുന്നപ്പോഴത്തേനും പെട്ടെന്ന് ഭയങ്കര തൊര, മുടി വെട്ടണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവനോട് പറഞ്ഞു എനിക്ക് മുടി കട്ട് ചെയ്യണോടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവൻ പറഞ്ഞു ഫെയറിൽ പോകാന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മൾ എത്ര മണിക്കാണ്? 5-6 മണിക്കുള്ള ബസ്സിൽ വരെയും വേണം. അപ്പം അത് കാരണം ഞങ്ങൾ തിരക്കായതുകൊണ്ട് ഫെയറിൽ പോകാൻ നിന്നില്ല, വെയിറ്റ് ആക്കിയില്ല. അതിന്റെ അപ്പുറത്ത് ഒരു കടയിൽ കയറിയിട്ട്, അപ്പുറത്തല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കടയിൽ, ആർക്കും അറിഞ്ഞൂടാ കട എവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവക്ക് ഫെയറിൽ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എന്നാ നമുക്ക് വീട്ടിൽ പോയിട്ട് പോകാന്ന് പറഞ്ഞു. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കട കണ്ടു. എന്നാ പറഞ്ഞ ഇവിടെ കേറാം. ഞാൻ പറഞ്ഞു എന്നാ കേറാം, എന്തുവായാലും കട. ഞാൻ അങ്ങനെ അവിടെ കയറിയിട്ട് ആ പെൺകൊച്ചിന്റെ അടുത്ത്, അതൊരു ഹിന്ദിക്കാരിയാണ്, ആ കൊച്ചിന്റെ അടുത്ത് എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഹെയർ കട്ടിന്റെ റെഫറൻസ് എല്ലാം കാട്ടി കൊടുത്തു. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു ഓൾ സെറ്റ് സൂപ്പർ ആക്കി ഇപ്പൊ ഞാൻ വിട്ടുതരുമെന്ന് പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, അവർക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാമായിരുന്നു. അങ്ങനെ ഹെയർ കട്ടിങ്ങിന് അവിടെ കയറി എന്റെ ഹെയറിലെ വാഷ് ചെയ്ത് കട്ട് ചെയ്യും. അപ്പൊ നമ്മള് ബാക്കിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ഇത് എങ്ങനെ വെട്ടുന്നത്, നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്തു ഞാൻ കാണിച്ചു കൊടുത്ത സംഭവങ്ങൾ ആ റെഫറൻസ് നോക്കിയിട്ടായിരിക്കും ഒരു വെട്ടുന്നതെന്ന്. ഫ്രണ്ടിൽ വെട്ടി വന്നപ്പോഴാണ് എനിക്കൊരു ആ സാധനം എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഞാൻ ഓൾറെഡി ബാങ്ക്സ് കട്ട് ചെയ്യും, എനിക്ക് നെറ്റിയിലുണ്ട്. അപ്പൊ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാങ്ക്സ് നമ്മളല്ലാണ്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടല്ലേ കട്ട് ചെയ്യാ. ഇവരെനിക്ക് ഇങ്ങനെ വെട്ടി തന്നു. ഇങ്ങനെ ആകെ ശോകമായി, നല്ലതുപോലെ. കണ്ട് ഇതൊക്കെ കണ്ടോ? ഇപ്പൊ വളർന്നു വരുന്നോണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് നമ്മൾ സെറ്റ് ആയിട്ട് വരുന്നു. എത്ര വയസ്സിൽ കല്യാണം കഴിക്കാനാ പ്ലാൻ ചേച്ചി? വയസ്സല്ല മകളെ, അതൊന്നും വയസ്സല്ല.
വയസ്സിൽ ഇന്ന വയസ്സിൽ കെട്ടണം, ഇന്ന വയസ്സാണ് കല്യാണ പ്രായം എന്നൊന്നുമില്ല. എന്ന് കെട്ടാൻ നിങ്ങൾ സ്റ്റേബിൾ ആവുന്നു അന്ന് കെട്ടുക. അതേപോലെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർണമെന്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ഡൗറി കൊടുത്ത് കെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് മാരേജ് ആകുമ്പോൾ എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ എനിക്ക് ഇടുന്നുണ്ട്. അപ്പൊ എൻ്റെ ഓർണമെന്റ്സ്, പിന്നെ എൻ്റെ ഫംഗ്ഷന്റെ ക്യാഷ്, ഫുഡിന്റെ ക്യാഷ് എല്ലാം എനിക്ക് എടുക്കണം. ഞാൻ കെട്ടുന്ന എൻ്റെ പാർട്ട്ണറിനും കൂടെ ചെയ്യാൻ പറ്റണം. ലൈക്ക് എൻ്റെ വീട്ടുകാരനെ എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് കെട്ടണം, എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് പൈസ താ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് എല്ലാം ആക്കാൻ പറ്റുന്ന ആ ടൈം എപ്പോഴോ, എൻ്റെ 30s 40s എപ്പോഴും എന്നെ കൊണ്ട് പറ്റുക അപ്പോഴേ ഞാൻ മാരേജ് ചെയ്യും. നീ ഞാൻ 30s 40s ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് സ്റ്റേബിൾ ആണെന്ന് തോന്നുന്നു. അതായത് ഇപ്പോ എന്റെ മാരേജ് ഞാൻ നടത്തുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ മാരേജിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ആളെ കണ്ടുപിടിച്ച് എങ്ങനെയാലും കല്യാണം കഴിച്ച് പോകണം അങ്ങനൊന്നുമില്ല. ഒരേ ടൈം ആകുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഫുള്ള് ഫ്യൂച്ചറിലോട്ട് തിങ്ക് ചെയ്യാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പൈസ ഉണ്ടാക്കണം, അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെയാലും ഏതെങ്കിലും നന്നായിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല. അതായത് 9 to 5 ജോബിലൂടെ പൈസ ഉണ്ടാക്കണമെന്ന് നമ്മൾ തിങ്ക് ചെയ്താൽ നടക്കൂല. മാരേജിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് ഹിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു വെൽത്ത് ആയി എന്ന് എനിക്ക് തോന്നുമ്പോൾ ആ ടൈമിൽ എൻ്റെ കൂടെ എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അപ്പം ചെയ്യും. അല്ലാതെ അങ്ങനെ ഇന്ന സമയത്ത് ഒന്നുമില്ല. SSLC +2 റിസൾട്ട്. SSLC +2 റിസൾട്ട് എനിക്ക് +2 85 എന്തോ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് 76% ആയിരുന്നു എന്റെ +2. 10th സയൻസ് ആയിരുന്നു. സയൻസ് ആയിരുന്നു. അബദ്ധം പറ്റിയത്. അയ്യോ. 10th അതേപോലെ എനിക്ക് 7A+ സ്റ്റേറ്റ് ആയിരുന്നു. അപ്പൊ 7A+ ആയിരുന്നു. ഇവൻ വിച്ച് പഠിപ്പിയായിരുന്നു. എനിക്ക് 9A+ഉം ഒരു A ഉണ്ട്. എനിക്ക് 7A+ഉം ഒരു B+ഉം 2A. അതൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അതെ, ന്യായമായ കാര്യം. ഒരു കാര്യമില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലാണ്. +2ന്റെ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ ഗുണം ചെയ്യും, അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒരു ഗുണമില്ല. ഇപ്പൊ ലോകം അവസാനിക്കണമെങ്കിൽ ലാസ്റ്റ് വിഷു. എന്റെ വിഷു എന്നറിയാം, അതാ വെച്ചിരിക്കണേ. എന്റെ വിഷു എന്താന്ന് പറയാ, നിനക്ക് മറ്റേ ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഇട്ടിട്ട് മേടിക്കണമെന്നില്ല. എന്നതറിയോ, ഞാൻ പറയാം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് കിട്ടിയാൽ നമ്മൾ വേറൊരു കടയിൽ കയറുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത ലിപ്സ്റ്റിക് നോക്കും, നമുക്ക് സെറ്റ് ആവുമോ ചേരുമോ എന്ന് നമ്മൾ ആ ലിപ്സ്റ്റിക് നോക്കും. അപ്പൊ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വേറെ ലിപ്സ്റ്റിക്കിനെ വേണ്ടി ഞാൻ തെരഞ്ഞു നടക്കരുത്. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്, എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആവുന്ന ഒരു ലിപ്സ്റ്റിക് എനിക്ക് കിട്ടിയിട്ട് ലോകം അവസാനിച്ചാൽ എനിക്ക് സന്തോഷമാണ്. എനിക്ക് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് എന്താണ് വിഷുവിന്റെ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ മൈൻഡ് എനിക്ക് ഒരു സ്ഥലത്ത് എത്തണം, ആ സ്ഥലത്ത് എത്തണം. അത് തന്നെ, അതാണ് എന്റെ മൈൻഡില്. എന്റെ മൈൻഡിലുള്ള ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് എത്തണം. അബുദാബി അല്ലല്ല. ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് ചോദിച്ചാ അത് കള്ളമല്ലേ? തെറ്റ് എനിക്ക് പണ്ടൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടല്ല, അതെ, എന്റെ ചെറുതിലെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവരതിനെ ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറയുമ്പോൾ കൂട്ടി തന്നെ ഇട്ടാ വളർത്തിയത്. അതിന് എപ്പോഴും കൂട്ടില്ല. അതിനെ അങ്ങനെ ഇറക്കിയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. അപ്പം അതിന് ശേഷം കുറെ നാൾ കഴിഞ്ഞ് അത് മരിച്ചുപോയി. അപ്പം ഇപ്പൊ ഞങ്ങൾക്കൊരു പെറ്റുണ്ട്. എനിക്ക് പൊതുവേ ഇതിനെ കൂട്ടിയിട്ട് വളർത്തുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മൾ അതിന്റെ ആ ഒരു ഫ്രീഡം നമ്മൾ പിടിച്ചു വെച്ച് അതിനെ ഇറക്കി വിടത്തോ ഇല്ല, കൂട്ടി തന്നെ ഇങ്ങിട്ട് എനിക്ക് ഇഷ്ടമല്ല അത്. അപ്പം എനിക്കത് ഭയങ്കര റിഗ്രറ്റ് ആക്കും. ലൈക്ക് എന്ന് വെച്ചാൽ അതിന് അത്രയും നാൾ നമ്മളിങ്ങനെ കൂട്ടി തന്നെ ഇട്ട് വളർത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചിട്ട് എപ്പോഴും കൂട്ടി തന്നെ ഇങ്ങനെ നടന്ന് കറങ്ങുന്നു, ഫുഡ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര എനിക്ക് ഒട്ടും അങ്ങോട്ട് സെറ്റ് ആവാത്തൊരു സംഭവമുണ്ട്. ഇനിയൊന്നും ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ചാൽ അത് മരിച്ചു പോയല്ലോ. ഇപ്പൊ ഒരു പെറ്റുണ്ട്, അവൻ നമ്മുടെ തലയുടെ മണ്ടയിലാണ് കയറി ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അത് ഓക്കെ. പക്ഷെ മറ്റേ ആ പെറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. അവനെ അങ്ങനെ നമ്മൾ കൂട്ടിയിട്ടിരുന്നത് കൊണ്ട് ഭയങ്കര. നിനക്കോ, നീ ചെയ്തിട്ടുള്ള വലിയ തെറ്റെന്തുവാ? വലിയ തെറ്റല്ല, ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ഞാൻ പറയുന്ന പോലെ ഈ അടിപിടി കേസുകൾ +1 +2 10 ആണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ എന്തൊന്നും ആവശ്യമില്ലാതെന്ന് തോന്നും. അതുപോലെ അപ്പോഴത്തെ അതിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ വലിയ അടികളായി, കാര്യങ്ങളായി, കേസുകളായി.
അങ്ങനെയൊന്നും പോയിട്ടൊരു കാര്യമില്ല മക്കളെ, ഒരു ഗുണവും ഇല്ല. നമ്മള് നമ്മുടെ കാര്യം നോക്കി പോവാ, മാക്സിമം എല്ലാം ഒഴിവാക്കുക, സ്വന്തം കാര്യം നോക്കി പോവാ. കൂട്ടുകാർക്ക് വേണ്ടി ഒന്നും അടിക്കാൻ പോയിട്ട് യാതൊരു ഗുണമില്ലടാ, ഒറ്റയ്ക്ക് ആവത്തേ ഉള്ളൂ. ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനുള്ള റീസൺ എന്താണ്? സ്ട്രെയിറ്റ് ചെയ്യുമെന്ന് രാവിലെ ഇരിക്കുന്നത് അല്ല, എന്റെ ഭയങ്കര കേളി ഹെയർ ആയിരുന്നു. കേരളയിൽ മറ്റേ പേളിമണിയുടെ മുടിയായിരുന്നു, മറ്റേ ചുരുണ്ടു അത്രക്കൊന്നുമില്ല, അത്രക്കൊന്നുമില്ല, ഇല്ല. അപ്പം അത്ര കേളി ഫോട്ടോ സൈഡിൽ വെച്ചേക്ക, പണ്ടത്തെ ഫോട്ടോ വെച്ചോ. അപ്പൊ കേളി ഹെയർ ആയിരുന്നു എന്റെ. അപ്പൊ എനിക്ക് പണ്ടുമായിട്ട് ഇഷ്ടം ഇങ്ങനെ ഭാരി പറക്കുന്ന ഇങ്ങനെയൊക്കെ അങ്ങോട്ടാകുന്ന മുടിയിഴകളോ, ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോഴത്തേനും ഞാൻ എന്തോ ചെയ്തു, ഞാൻ എന്റെ 15ാമത്തെ ഏജിൽ ഞാൻ പോയിട്ട് സ്മൂത്തനിങ് ചെയ്ത് മുടി ഫുള്ള് നശിപ്പിച്ചു. അതിനുശേഷം ഇപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കും, ബൊട്ടോക്സും കെരാറ്റിനും ട്രീറ്റ്മെന്റ് എടുക്കും. കുറച്ച് വളർന്നു തുടങ്ങും. എനിക്ക് എപ്പോഴും വരുന്ന കമന്റ്സ് ആണ്, എന്താ എപ്പോഴും സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നത്, വേറെ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ സ്ട്രേറ്റ് ആയിട്ടുള്ളവരുടെ മുടി ഇങ്ങനെ കേളായിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ റൂട്ട് വളരുന്ന ടൈമിൽ ഞാൻ പോയിട്ട് പിന്നെയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മൊട്ടച്ചായി പോയി ഗേൾസ്. എന്നിട്ടാണ് ഇവനൊക്കെ അങ്ങനെ വിളിക്കുന്നത്. എത്ര വരെ പഠിച്ചു? ഇപ്പൊ യൂട്യൂബ് ആണോ നടത്തിക്കൊണ്ട് പോണേ, അതോ എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലോ. യൂട്യൂബ് കൊണ്ടുപോകുന്നുണ്ട്, യൂട്യൂബ് നന്നായിട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ. എന്ന് വെച്ചാ നമുക്കൊരു ഇൻകം കിട്ടുന്നൊരു വഴിയാണ് യൂട്യൂബ്. അപ്പൊ അതുകൊണ്ട് അതും ഇതിന്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ക്യാൻ യു ടെൽ യുവർ റിലേഷൻ ആൻഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് ടിപ്പ് വേണേ പറഞ്ഞുതരാം. നല്ലൊരു റിലേഷൻഷിപ്പ് ടിപ്പ് പറ. റിലേഷൻഷിപ്പ് ടിപ്പ് എന്ന് പറയുമ്പോ, അതായത് ഇതില് കുറെ സ്റ്റേജസ് ഉണ്ട് റിലേഷൻഷിപ്പിൽ. ആ സ്റ്റേജസിൽ നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പുതുമയും സംസാരവും അതൊന്നും ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പുതുമയൊക്കെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ നമ്മൾ കെയറിങ് ആവും കൂടുതലും. കെയറിങ് എന്ന് പറയുമ്പോൾ ഓവർ കെയറിങ് ആവും, അത് പൊസസീവ്നെസ് ആവും, അത് വഴക്കാവും. ഒരു സ്റ്റേജ് ഉണ്ട്. ആ വഴക്കിൽ നിന്ന് മാറി പൊസസീവ്നെസ് മാറി പിന്നെ അതൊരു സംശയത്തിലോട്ട് വരും. അവൻ അത് ചെയ്യുമോ, അവൾ അത് ചെയ്യുമോ എന്നുള്ള സംശയം കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടം കുറഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അല്ല, അതായത് ഇത് സംശയം കൊണ്ട് പൊറുതി മുട്ടി മടുത്തു പോയില്ലോ, ഇതായി ഭയങ്കര ടോക്സിക് ആവുന്ന ഒരു സ്റ്റേജ് ഇല്ലേ, അപ്പൊ നിർത്തിയാലോ എന്നൊരു ഇതുണ്ട്. ആ ഒരു സ്റ്റേജ് ഉണ്ട്. ഇത്രയും സ്റ്റേജ് കഴിഞ്ഞ് വരുന്ന ഒരു ടൈമുണ്ട്. അതാണ് നിങ്ങൾക്ക് ലൈഫിൽ ഫസ്റ്റ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ആവണമെങ്കിൽ ഇത്രയും സ്റ്റേജ് കഴിഞ്ഞാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടെന്ന് ട്രസ്റ്റ് ചെയ്യുക. അത് നമ്മൾ ഒരാളിൽ ലോയലായിട്ട് നിൽക്കുക, അതാണ് ഏറ്റവും വലിയ ടിപ്പ്. ലോയലായിട്ട് നിൽക്കുക, ട്രസ്റ്റ് ചെയ്യുക. അതേകൂട്ട് ഇപ്പം നമ്മളിപ്പോ റിലേഷൻഷിപ്പ് ആയിട്ട് ഇരിക്കുമ്പോ ഇപ്പം കൂടെ നിൽക്കുന്ന പാർട്ട്ണറിനെ ഡൗട്ട് ആക്കാണ്ടിരിക്കുക. ഞാൻ ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പണിയൊക്കെ കിട്ടാറുണ്ട് ഗൈസ്. എന്നാലും നമ്മൾ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു റിലേഷൻഷിപ്പ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നല്ലതുപോലെ വിശ്വസിക്കും, നല്ലതുപോലെ ട്രസ്റ്റ് ചെയ്യും. ഞാൻ നല്ലതുപോലെ ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ എന്റെ അടുത്ത് ഇപ്പം ആരെങ്കിലും ഇതേ കൂട്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വിശ്വസിക്കില്ല. ഞാൻ എന്റെ പാർട്ട്ണർ ഇങ്ങനാണോ പറയുന്നത്, ഞാൻ അതേ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസും ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഞാൻ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ ട്രസ്റ്റ് ആക്കാണ്ട് ഇരിക്കാറില്ല. ഞാൻ ഭയങ്കര ട്രസ്റ്റ് ചെയ്യും. ഇത്രയും ഫേസ് ഉണ്ട്. ഞാൻ പറഞ്ഞ 4 ഫേസ് ഉണ്ട്. ആ 4 ഫേസ് നിങ്ങൾ പാസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് 4 ഫേസ് കാണിക്കുന്നത് ആ ഫേസ് അല്ല, 4 സ്റ്റേജും കഴിഞ്ഞാൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഭയങ്കര പക്കയാവും. കാരണം പിന്നെ അത് ബ്രേക്കപ്പ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ അതാണ് ഒരു ടിപ്പ്. ലൈഫിൽ ഡൗൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഞാൻ പണ്ട് മുതലുള്ള തന്റെ ഫോളോവർ ആണ്, മീനു സ്റ്റോപ്പ്. താങ്ക് യു. ലൈഫിൽ ഡൗൺ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ലൈഫല്ലേ മക്കളെ, എപ്പോഴും ഡൗൺ ഒക്കെ ഉണ്ടാവും. ഡൗൺ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യരല്ല. അല്ല, അങ്ങനത്തെ ഒരു ഡൗൺഫോൾ ഒക്കെ വരുമ്പോഴേ നമ്മള് ലൈഫിനെ പറ്റി കുറച്ചും കൂടെ പഠിക്കുള്ളൂ. നമ്മൾ ഭയങ്കരമായിട്ട് ബോൾഡ് ആവും. ലൈഫ് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഡൗൺഫോൾ വരണം. എപ്പോഴും ലൈഫിൽ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല. നമ്മൾ ഒന്നിനെ പറ്റി ഒന്നും പഠിക്കില്ല, ഒന്നിനെ പറ്റി നമ്മൾ ബോധരാവത്തില്ല. അപ്പൊ ഇത് ഡൗൺ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ അറിയും, പഠിക്കും. അത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഭയങ്കര നല്ലത്. ഇത് നമ്മുടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഇവൻ എന്റെ ആരാണ്, ബോയ് ഫ്രണ്ട് ആണോ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഒരു ആൻസർ ആണ് പറയാൻ പോണേ. അപ്പോ ഇവൻ എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുതിലേ തൊട്ടുള്ള എൻ്റെ ഏറ്റവും
തിക്കായിട്ടുള്ള എന്റെ Best ബെസ്റ്റ് friend ഫ്രണ്ടാണ് ഇവൻ. ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ. അല്ലേ? അതെ. അതെ. പിന്നെ ഇതുവരെ ഞങ്ങളൊന്നും റിലേഷൻഷിപ്പ് അങ്ങനൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഭാവിയിൽ ഇനി ആകുവാണെന്നുണ്ടെങ്കിൽ പറയാം. ഉറപ്പായിട്ട് ഞങ്ങൾ വന്ന് അറിയിക്കും. ഗായ്സ് ഞങ്ങൾ സെറ്റായി എന്നൊക്കെ പറഞ്ഞു ഒന്ന് പറയും. അപ്പൊ ഇപ്പൊ വരെയൊക്കെ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. വീഡിയോസ് Content. പറയുമ്പോ എല്ലാം കോണ്ടന്റ് ആണ്. വീഡിയോസ് കാണുമ്പോ അയ്യോ അവരുടെ റിലേഷൻഷിപ്പിലാണേ അതിലൊന്നും കാര്യമില്ല. എല്ലാം ഒരു വീഡിയോ ആണ്. വീഡിയോ പിന്നെ അതേപോലെ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ആക്ച്വലി ഞാൻ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ അല്ല എന്റെ ഫ്രണ്ടിന്റെ പെണ്ണ് കാണലാണെന്ന്. ഞാൻ എന്നെ കാണാൻ വന്നതാണെന്നൊക്കെ പറയുന്നത്. ഇവനാണോ ചേച്ചി കാണാൻ ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കൻ എന്റെ പെണ്ണ് കാണലൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ 20s ഗൈസ്. 20 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പെണ്ണ് കാണലൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്റെ ഫ്രണ്ട് ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സിന്റെ മാരേജെല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി. അപ്പം അതിലൊരു ഫ്രണ്ടിന്റെ എന്താ പെണ്ണ് കാണലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. കമന്റ് ബോക്സിൽ ഞാൻ വന്ന് പ്രത്യേകം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടു കാണില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കറിയാം. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ കുറെ തത്തില് കുത്തിലേക്ക് വരും. നിങ്ങൾ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോണം. പിന്നെ നമ്മൾ ബാക്കി പറയാം. പിന്നെ എന്ന് പറയുമ്പോ സിംഗിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മള് സിംഗിൾ ആണ്. ഞാൻ സിംഗിൾ ആണ്. ഇവൻ കമ്മിറ്റഡ് ആണ്. അല്ല, ഞാൻ സിംഗിൾ ആണ്. പക്ഷെ ഇപ്പോഴൊന്നും കമ്മിറ്റഡ് ആവത്തില്ല. കമ്മിറ്റഡ് ആവാൻ സംഭവിക്കൂലേ? അങ്ങനെയൊന്നും ഇപ്പൊ ആള് വേറെ റിലേഷനിൽ പോയാലും ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ പോകും. കാരണം മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ആ അതെ. അതുകൊണ്ട് ഇപ്പോഴൊന്നും അങ്ങനെ പോകാനും ചാൻസ് സമ്മതിക്കൂല. ഇപ്പൊ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ആവണം എന്ന് നിർബന്ധമുള്ള കാലഘട്ടമൊന്നും അല്ലല്ലോ ഇപ്പൊ. അയ്യോ അങ്ങനല്ല. അങ്ങനല്ല. അതായത് റിലേഷൻഷിപ്പിനെ കാര്യം ക്ലോസ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതായത് ഒരു ബോയും ഫ്രണ്ട്സ് ആവാം, ഒരു ഗേളും ഫ്രണ്ട്സ് ആവാം. പക്ഷെ ബെറ്റർ ഒരു സെറ്റ് ആവണമെങ്കിൽ ഒരു ബോയും ഗേളും ഫ്രണ്ട്സ് ആവാം. ബെറ്റർ ആണ്. അതായത് അവർക്ക് അവരുടേതായ സൈക്കോളജി ഉണ്ട്, നമുക്കതുണ്ട്. അപ്പൊ ഒരു കണക്ഷൻ കിട്ടും. റിലേഷൻഷിപ്പ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. റിലേഷൻഷിപ്പ് ആവുന്നതിലും ബെറ്റർ ആണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് വേറെ അർത്ഥത്തിനൊന്നും ഇല്ല. അങ്ങനെ ഒന്നും പോകരുത്. അത് ഭയങ്കര മോശമാണ്. കാരണം വെച്ചാൽ റിലേഷൻഷിപ്പ് ആവാതെ നമ്മളിപ്പോ പറയുന്ന വേറെ കണക്ഷൻസ്, അതൊക്കെ വെരി ബാഡ് ഇന്റൻഷൻ ആണ്. അങ്ങനെ ഒന്നും നിൽക്കരുത്. വെരി ബാഡ്. അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ നിന്നോണ്ട് ഗുണമില്ല. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കണം. റിലേഷൻഷിപ്പിലാണേലും മക്കളെ ഒരു അഡ്വൈസ് തരാം. ലൈഫ് ചുമ്മാ കൊണ്ട് കളയില്ല. നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി പോയി ഓരോന്ന് ചെയ്യുന്നത് കുറച്ച് കാലം കഴിയുമ്പോ അവനോ അവളോ പോയാ. അതുകൊണ്ട് അങ്ങനെ ഒന്നും പോവാൻ നിൽക്കരുത്. മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യേണ്ടതുപോലെ എൻജോയ് ചെയ്യുക. പിന്നെ ഡ്രഗ്സ് ആ സംഭവത്തിലൂടെ ഒന്നും പോവാതിരിക്കുക. പോയി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് വരാൻ ഭയങ്കര പാടായി. സോ അത് പിന്നെ ബാഡ് റിലേഷൻഷിപ്പ് ആൾക്കാരെ മനസ്സിലാക്കി ജീവിതത്തിലോട്ട് കൊണ്ടുവരാം. ഇതൊക്കെ തന്നെ ഉള്ളു. അതേപോലെ ചോദിക്കുന്നതാണ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്റെ വീട്ടില് സീനിയർ ലൈഫ് ഉള്ളത്. എന്റെ പപ്പയും മമ്മിയും ഭയങ്കര ഒരു മോഡേൺ ഫാമിലി മോഡേൺ ഫാമിലി അല്ല, മോഡേൺ പേരൻസ് ആണ്. അതെ, അവര് ഇപ്പം എന്റെ പേരൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് നീ കേൾക്കാവൂ, ഞാൻ പറയുന്ന സാധനം നീ പഠിക്കാവൂ, ഞാൻ പറയുന്ന ചെക്കിനെ നീ കെട്ടാവും എന്നെ പേരൻസ് അങ്ങനത്തെ ഒരു സംഭവം എന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ട് കേട്ടോ, പേരൻസ് ഉണ്ട്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കൊച്ചാണ്. കാര്യമായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ പേരൻസിനെ കിട്ടും. ഞാൻ എന്ത് കാര്യം ചെയ്താലും എനിക്ക് ഭയങ്കര സപ്പോർട്ട് ആക്കാറുള്ളൂ. അവർ നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ആക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഒരു റിലേഷൻഷിപ്പ് ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഒരെണ്ണം ചൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് അവർ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കും. ശരിയായിരിക്കും, അത് കൊള്ളില്ലായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എനിക്ക് കൊള്ളാത്ത കാര്യങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇപ്പൊ എൻ്റെ 20ാമത്തെ വയസ്സ് വരെ ഞാൻ എടുത്തിട്ടുള്ള ഒരു കാര്യവും അവർ എൻ്റെ അടുത്ത് മോശമാണ്, നീ ചെയ്യരുത് എന്ന് എൻ്റെ അടുത്ത് പറ്റില്ല. കാരണം ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരെൻ്റെ അടുത്ത് അങ്ങനെ പറയാറുള്ളൂ. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറയും. ഇതേപോലെ എനിക്ക് ഇന്നൊരാളെ ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പറയും. അപ്പോൾ അവരത്
അവർ ഓക്കെ ആയിരിക്കും. ആ ചിക്കൻ ഭയങ്കര സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവരതിനകത്ത് ഓക്കെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാരെ ഭയങ്കര എന്താ വൈബ് തന്നേന്നുള്ളതാണ്. കുറെ പേരുണ്ട് കേട്ടോ, പഴയ മൈൻഡ് സെറ്റ് ഉള്ള പേരൻസ് ഉണ്ട്. അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർക്ക് മൈൻഡില്, അതായത് എന്റെ ഇഷ്ടത്തിനല്ല അത് ചെയ്യുന്നത്, എന്റെ ഇഷ്ടത്തിനല്ല അവ ഇത് ചെയ്യുന്നത്, ഞാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പൊ എന്റെ ഇഷ്ടത്തിന് അത് ചെയ്യണം, എന്റെ ഇഷ്ടത്തിന് ഇത് ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള കുറെ പേരൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളല്ലേ, നമ്മുടെ അടിമകളല്ലല്ലോ, മക്കളാണ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യണം. അതായത് ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു ജനറേഷൻ ആണ് ഇപ്പോഴത്തത്. അപ്പം അതായത് ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടതാ ജയസൂര്യ പറയുന്നത്, അതായത് ഒരു പേരന്റ് ആവുമ്പോൾ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുക സ്വന്തം ചിൽഡ്രനോട്. അപ്പം അതായത് ഇവക്ക് ആ സംഭവമാണ്, നമ്മള് ഫുൾ ഫ്രീഡം കൊടുക്കുക, ഫുൾ എന്ത് ചെയ്യാനുള്ള ഇത് കൊടുക്കുക, അവരെ നമുക്ക് വീട്ടിൽ വന്ന് എന്ത് പറയാനുള്ള ഒരു ഇത് കൊടുക്കുക. അങ്ങനെ അതെ, അങ്ങനെ ഒരു സംഭവം വരുമ്പോ അവര് നമ്മുടെ അടുത്ത് പറയാതൊന്നും ചെയ്യത്തില്ല. ഞാൻ പറയാ ജയസൂര്യ ചേട്ടാ ഒരു ഇന്റർവ്യൂല്. അപ്പൊ അതുപോലെയാണ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പം അവർക്ക് പേടിയാവും. അച്ഛൻ അല്ല, അവർക്ക് അതായത് ഇവർക്ക് തന്നെ തോന്നും അച്ഛൻ ആവശ്യമില്ലാതൊന്നും പറയൂല, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യം കാണും. കാരണം അങ്ങനെ പറയാത്ത ഒരു പേരന്റ് മോനെ അത് ചെയ്യലെന്ന് പറയുമ്പം അവൻ തന്നെ ആലോചിക്കും, അപ്പൊ അച്ഛൻ എന്തോ കാര്യമുള്ള കാര്യം പറയും. പക്ഷെ നേരെ എതിരായിട്ട് ഈ വളർന്നു വരുമ്പോ തൊട്ടേ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്ന് പറയുമ്പം ഒരു ടൈം വരെ മിണ്ടാതിരിക്കും. പിന്നെ ഒരാളേക്ക് ചെയ്താൽ എന്താ ചെയ്യുമ്പോ എന്തുണ്ടാവും എന്ന് നോക്കാന്ന് വിചാരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു പാരന്റിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ് പാരന്റിങ്. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ? നിന്റെ നെയിം എന്താ ഇങ്ങനെ? കുഞ്ഞാപ്പിന്ന്. കുഞ്ഞ് അയ്യോ അങ്ങനെ പറയാം. ഞാൻ ചുമ്മാ രസത്തിലിട്ടത്. നമ്മള് ടിക്ടോക്കിനകത്തൊക്കെ അന്ന് അങ്ങനെ കണ്ണാപ്പി ട്രെൻഡിങ് ടൈം ആയിരുന്നു. അപ്പൊ കണ്ണാപ്പിയുടെ ഒരു ഫീമെയിൽ വെർഷനാണ് കുഞ്ഞാപ്പി. ഞാൻ ചുമ്മാ കിട്ടതാ. വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തിൽ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പം ഇനി നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയാനുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായാൽ മതി. നമ്മളപ്പോ അതിനൊക്കെ റിപ്ലൈ. ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്, ബട്ട് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയെന്ന് തോന്നുന്നു. അപ്പോ കമന്റ്സ് ഒക്കെ ഇനി കാണുന്നതിനല്ല ഞങ്ങള് പാർട്ട് 2 ആയിട്ട് വരാം ഗൈസ്. ഇത് പാർട്ട് 1 ആയിട്ട് നിങ്ങൾ വെച്ചോളൂ. പിന്നെ വ്ലോഗിങ് തുടങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാ വ്ലോഗ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ 100K ആവുന്നതിന് ശേഷം തൊട്ട് വ്ലോഗ്സ് വരും. വ്ലോഗ്സ് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കനോട് ഓൺ ആക്കിയിടുക. നോട്ടിഫിക്കേഷൻ. അപ്പൊ ഗൈസ് ബൈ.